الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم ومن أظلم ممن منع مساجد الله أن يذكر في اسمه وسعى في خرابها أولئك ما كان لهم أن يدخلوها إلا الخائفين
ലഹു ഫിദ്ദുനിയാ ഖിസ്യുൻ വലഹു ഫിൽ ആഖിറതി അദാബുൻ അളീം. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ബഹുമാന്യ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവശക്തനായ റബ്ബിന്റെ നിയമനിർദ്ദേശങ്ങളും പ്രവാചകന്റെ ചര്യയും ഉൾക്കൊണ്ടുകൊണ്ട് യഥാർത്ഥ മുഅ്മിനായി, യഥാർത്ഥ മുഖ്ലിസായി, യഥാർത്ഥ മുവഹ്ഹിദായി ജീവിക്കുവാനും സ്വർഗാവകാശിയായി ഈ ദുനിയാവിൽ നിന്ന് യാത്ര തിരിക്കാനും നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പള്ളികൾ അല്ലാഹുവിന്റെ വീടുകളാണ്, ഭവനങ്ങളാണ്. ഈ ഭൂമിയിലെ അല്ലാഹു ഇഷ്ടപ്പെടുന്ന ഏറ്റവും പവിത്രമായ സ്ഥലം പള്ളിയാണ്. അറബി ഭാഷയിൽ പള്ളിക്ക് പ്രയോഗിക്കുന്ന പദം മസ്ജിദ് എന്നാണ്. സജദ എന്നുള്ള പദത്തിൽ നിന്നാണ് മസ്ജിദ് വരുന്നത്. സജദ എന്ന് പറഞ്ഞാൽ സുജൂദ് ചെയ്തു. മസ്ജിദ് എന്ന് പറഞ്ഞാൽ സുജൂദ് ചെയ്യാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ട ഭവനം എന്നാണ് അതിന്റെ അർത്ഥം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹാ. ഭൂമിയിൽ ഏറ്റവും അല്ലാഹു ഇഷ്ടപ്പെടുന്ന സ്ഥലം അല്ലാഹുവിന്റെ ഭവനങ്ങളാണ്. വ അബ്ഗദുൽ ബിലാദി ഇലല്ലാഹി അസ്വാഖുഹാ. പടച്ച തമ്പുരാൻ ഏറ്റവും വെറുക്കുന്നത് അങ്ങാടികളാണ്. അല്ലാഹു ഇഷ്ടപ്പെടുന്ന സ്ഥലം പള്ളിയും അല്ലാഹു ഏറ്റവും വെറുക്കുന്ന സ്ഥലം അങ്ങാടിയുമാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങാടികൾ പിശാചിന്റെ താവളമാണ്. അങ്ങോട്ട് ഒന്നാമതായി ചെല്ലുന്നവനും അവസാനമായി അവിടുന്ന് തിരിക്കുന്നവനുമായി നീ മാറല്ലേ. ആവശ്യത്തിന് പോയാൽ മതി അങ്ങാടിക്ക്. ആദ്യമായി പോകുന്നവനും അവസാനമായി അങ്ങാടിയിൽ നിന്നും തിരിക്കുന്നവനാകരുത്. പിശാചുക്കളുടെ താവളമാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. പള്ളികൾ അല്ലാഹുവിന്റെ ഭവനമായി മാറണമെങ്കിൽ അല്ലാഹു വെച്ചൊരു കണ്ടീഷൻ ഉണ്ട്. വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. പള്ളികളെല്ലാം അല്ലാഹുവിൻ്റെതാണ്. നിങ്ങൾ ആരുടേതാണെന്ന് അവകാശപ്പെട്ടാലും അതിന്റെ ആധാരം ആരുടെ പേരിലാണെങ്കിലും പള്ളികൾ മുഴുവൻ അല്ലാഹുവിൻ്റെതാണ്. പടച്ച തമ്പുരാന്റേതായി മാറണോ പള്ളി. ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. അല്ലാഹുവല്ലാത്ത ഒരാളെയും ആ പള്ളിയിൽ വെച്ച് നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കല്ലേ. അള്ളാന്റെ പള്ളിയായി മാറണമെങ്കിൽ അള്ളാനെ മാത്രം വിളിച്ചു തേടുന്ന, അള്ളാന്റെ മുമ്പിൽ മാത്രം സാഷ്ടാംഗം ചെയ്യുന്ന അർത്ഥനകളും പ്രാർത്ഥനകളും നേർച്ചകളും വഴിപാടുകളും പടച്ച തമ്പുരാന് മാത്രം സമർപ്പിക്കുന്ന ഭവനങ്ങൾ മാത്രമേ അള്ളാഹുവിന്റെ ഭവനമായി മാറുകയുള്ളൂ എന്ന് വിശുദ്ധ വചനങ്ങൾ പഠിപ്പിക്കുന്നു. ഒരാളും സഹായിക്കാനില്ലാത്ത മഹ്ശറയിൽ
വിയർത്തൊലിച്ച് പരവശരായിക്കൊണ്ട് പ്രയാസപ്പെടുമ്പോൾ അള്ളാഹു 7 വിഭാഗം ആളുകൾക്ക് അർശിന്റെ തണലിട്ട് കൊടുക്കും. പടച്ച റബ്ബിന്റെ തണലല്ലാതെ അന്നൊരു തണലും ഒരുത്തനും ലഭിക്കില്ല. ആ 7 വിഭാഗം ആളുകളിൽ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി, റജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ഫിൽ മസാജിദ്, പള്ളിയുമായി ആത്മബന്ധമുള്ള ഒരാൾ. ഒരു ദിവസം പള്ളിക്കാണ് പോയിട്ടില്ലെങ്കിൽ തന്റെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം നഷ്ടപ്പെട്ടതായി അനുഭവപ്പെടുന്ന പള്ളിയുമായി ആത്മബന്ധമുള്ള ഒരാൾ നാളെ അർശിന്റെ തണലിന് അർഹതയുണ്ട് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മാത്രമല്ല പ്രവാചകൻ പറഞ്ഞു, മൻ ബനാ മസ്ജിദൻ ലില്ലാഹി തആല, പടച്ച തമ്പുരാന് വേണ്ടി അള്ളാന്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട്, അള്ളാന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് ആരെങ്കിലും ഒരു പള്ളി ഉണ്ടാക്കിയാൽ ആ പള്ളിയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഹകരിച്ചാൽ, ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, നാളെ പരലോകത്തിൽ, നാളെ സ്വർഗത്തിൽ അവനൊരു സ്വർഗത്തിൽ മണിമാളിക, ഒരു വീട് അതിന് പകരമായി ഭൂമിയിൽ അള്ളാഹുവിന്റെ ഭവനം പടുത്തുയർത്തിയതിന് പകരമായി അള്ളാഹ് സ്വർഗത്തില് ഒരു വീടുണ്ടാക്കി കൊടുക്കുന്ന. ഇവിടെ അടിവരയിട്ടൊരു വാചകമുണ്ട്, അള്ളാന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ടായിരിക്കണം പള്ളി ഉണ്ടാക്കേണ്ടത്. അതിന്റെ അവകാശവാദവും അതിനുവേണ്ടി വിനിയോഗിച്ച സഹായവും ആൾക്കാരുകൾക്കിടയിൽ, ആൾമധ്യത്തിനിടയിൽ എടുത്തു പറഞ്ഞ് കൂലി നഷ്ടപ്പെടുത്തിയവന് നാളെ പരലോകത്ത് ഇത് പ്രതീക്ഷിക്കേണ്ടതില്ല. പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, പള്ളിയുമായി ആത്മബന്ധമുള്ള ആളുകളെ കുറിച്ച് സൂറത്തു നൂറിലെ 37-ാമത്തെ വചനത്തിൽ അല്ലാഹ് പറയാ, റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ്. ചില ആളുകളുണ്ട്, ലാ തുൽഹീഹിം, അവരെ അശ്രദ്ധമാക്കിയിട്ടില്ല, തിജാറത്തുൻ, കച്ചവടമായിരുന്നാലും, വലാ ബൈഉൻ, ക്രയവിക്രയങ്ങളായാലും ബിസിനസ് ആയാലും, അൻ ദിക്രില്ലാഹ്, അല്ലാഹനെ ഓർക്കാൻ. ബിസിനസ് വികസിക്കുമ്പോൾ, സ്ഥാപനങ്ങളുടെ എണ്ണം കൂടുമ്പോൾ, സ്റ്റാഫ് കൂടുമ്പോൾ, ഇൻകം കൂടുമ്പോൾ, പ്രശസ്തി കൂടുമ്പോൾ പള്ളിയുമായി ബന്ധം കുറഞ്ഞു വരുന്നതാണ് നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്നത്. അല്ലാഹ് പുകഴ്ത്തി പറഞ്ഞു, ലാ തുൽഹീഹിം, ശ്രദ്ധ പോകുകയില്ല, ശ്രദ്ധ വിട്ടു പോവുകയില്ല, തിജാറ, ഒരു കച്ചവടമായിരുന്നാലും, വലാ ബൈഉൻ, ക്രയവിക്രയങ്ങളായാലും, അൻ ദിക്രില്ലാഹ്, അള്ളാഹനെ ഓർക്കാൻ, 5 നേരം പള്ളിയിലേക്ക് വരാൻ, തന്റെ കച്ചവടം, തന്റെ ബിസിനസ് ഒരു ഭാരമാവില്ല. അള്ളാഹുമായി, പള്ളിയുമായി ആത്മബന്ധമുള്ളവനെന്ന് വിശുദ്ധ ഖുർആൻ പറയാം. ഇനിയോ പള്ളിയിൽ വന്ന് നമസ്കരിച്ചാൽ, ജമാഅത്തിൽ പങ്കെടുത്താൽ, നമ്മൾ സ്വന്തമായി നമസ്കരിച്ചാൽ കിട്ടാത്തതിന്റെ 27 ഇരട്ടി. എങ്ങനെ ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോൾ കിട്ടുന്നതിനേക്കാളും 27 ഇരട്ടി കർമ്മത്തിന് പ്രതിഫലമായി അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. ഇവിടെ ആണോ പെണ്ണോ വ്യത്യാസമില്ല. കർമ്മങ്ങളും ആരാധനകളും അനുഷ്ഠാനങ്ങളും പ്രാർത്ഥനകളും ദീനിന്റെ കാര്യങ്ങളും ചെയ്യുമ്പോൾ ആണോ പെണ്ണോ എന്നൊരു വ്യത്യാസമേ ഇല്ല. ഖുർആൻ പറയാ, വമൻ അമില സ്വാലിഹം മിൻ ദക്കരിൻ ഔ ഉൻസാ, ആണാകട്ടെ പെണ്ണാകട്ടെ, ഒരാൾ കർമ്മങ്ങൾ ചെയ്യുന്നുവോ, മുഅ്മിനുൻ, യഥാർത്ഥ വിശ്വാസിയായിക്കൊണ്ട്, ഫലനുഹിയന്നഹു ഹയാതൻ ത്വയ്യിബ, നല്ലൊരു ജീവിതം, നല്ലൊരു പ്രതിഫലം പകരമായി നൽകും. വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ, അവർ ചെയ്യുന്ന പ്രവർത്തനത്തിന്റെ തോതനുസരിച്ച് അർഹമായ രൂപത്തിൽ അല്ലാഹു ആണായിരുന്നാലും പെണ്ണായിരുന്നാലും പ്രതിഫലം നൽകുമെന്ന് കൃത്യമായി ഖുർആൻ പറയാം. പള്ളി പ്രവേശം
വീണ്ടും ചർച്ചാ വിഷയമാകുന്ന ഒരു ആനുകാലിക പശ്ചാത്തലത്തിൽ സോഷ്യൽ മീഡിയയും വാർത്താ മീഡിയയും ഒക്കെ ചർച്ച ചെയ്യാനുള്ള കാരണം എന്താണെന്ന് അറിയാത്ത ഒരാളുണ്ടാവില്ല. എന്ത് കാരണമായാലും നമുക്ക് ഏത് കാലത്തും എന്നും ഒന്നേ പറയാനുള്ളൂ, അതിന് കാരണം ഉണ്ടായാലും ഇല്ലായിരുന്നാലും നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹിന്റെ ഭവനമാണ് പള്ളി. ആണായാലും പെണ്ണായാലും അള്ളാഹുവിന്റെ അടിയന്മാരാണ്, അള്ളാഹുവിന്റെ ദാസന്മാരാണ്. ആണുങ്ങൾ മാത്രമേ ഉള്ളൂ അള്ളാഹിന്റെ ദാസന്മാര്, പെണ്ണുങ്ങൾ അള്ളാഹിന്റെ ദാസന്മാരല്ലേ, ദാസികളല്ലേ. അള്ളാഹിന്റെ പേരേക്ക്, അള്ളാഹിന്റെ വീട്ടിലേക്ക് ആണുങ്ങൾക്ക് വരാൻ പറ്റുമെങ്കിൽ അള്ളാഹുവിന്റെ ദാസിമാരായ സ്ത്രീകൾക്കും വരാനുള്ള അവകാശമുണ്ട് എന്ന് ഉച്ചൈസ്വരം മനസ്സിലാക്കണം. നമ്മള് അള്ളാഹിന്റെ പറയണത് വിവേചനം കാണിക്കുമോ? അള്ളാഹ് അങ്ങനെ ഒരു വ്യത്യാസം കാണിക്കുമോ? ഗൂഢമായ ചില തീരുമാനങ്ങളും ആലോചനകളും തന്റെ പൗരോഹിത്യത്തിന്റെ കെട്ടുകൾ, സൂത്രങ്ങൾ മറ്റുള്ള ആളുകളിലേക്ക് എത്തിപ്പെടാൻ എന്നും അടിച്ചമർത്തപ്പെട്ട ഒരു വർഗം ഈ കാലഘട്ടത്തിൽ നിലനിൽക്കണമെന്ന വാശിയോടെയാണ് ഇത് ചെയ്യുന്നത്. പറയാതിരിക്കാൻ വയ്യ. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദല്ലാഹ്. പള്ളി അള്ളാഹിന്റെതാണോ എങ്കിൽ ലാ തംനഉ, തടയാൻ പാടില്ല. ഇമാ അല്ലാഹ്, അള്ളാഹുവിന്റെ ദാസിമാരെ തൊട്ട് പള്ളി വിലക്കാൻ ഒരാൾക്കും അർഹതയില്ല. നീ കേട്ടോളി, എന്തിനാ പള്ളി കയറുന്നത്? ഏലസിട്ടാന, മന്ത്രിച്ചൂരാന, പേരിടാന, നേർച്ചക്കാണോ? എന്തിനാ വരുന്നത്? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ലാ തംനഉ നിസാഹ ഹുദൂദഹുന്ന മിനൽ മസ്ജിദി. പള്ളിയിൽ കിട്ടേണ്ട പ്രതിഫലം, ആരാധനകളുടെ, ജമാഅത്ത് നമസ്കാരങ്ങളുടെ, ഇഅ്തികാഫിന്റെ പ്രതിഫലം ലാ തംനഉ, തടയാൻ ഒരാൾക്കും അവകാശമില്ല എന്ന് വളരെ ഗണ്യമായി, വളരെ വ്യക്തമായി, വളരെ ശക്തമായി അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കുക. പള്ളിക്ക് മാത്രം വന്നൂടാ പെണ്ണുങ്ങൾക്ക്. പൂരത്തിന് പോണതിന് കുഴപ്പമില്ല, നേർച്ചയ്ക്ക് പോണതിന് കുഴപ്പമില്ല, വയലിന് പോണതിന് പ്രശ്നമല്ല, നബിദിന പ്രോഗ്രാമിൽ ഘോഷയാത്രയിൽ പങ്കെടുക്കുന്നതിന് വിരോധമല്ല. പേരിടാൻ വരാം, മന്ത്രിക്കാൻ വരാം, നിസ്കരിച്ചാൽ മാത്രം വരാൻ പറ്റൂല. വല്ലാത്തൊരു വിരോധാഭാസം. സജദ എന്നുള്ള പദത്തിൽ നിന്ന് മസ്ജിദ് എന്ന പദം വരിക. സുജൂദ് ചെയ്യാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ട അള്ളാഹിന്റെ ഭവനത്തിൽ അള്ളാഹുവിന്റെ ദാസിമാർക്ക് വരാൻ പാടില്ല എന്ന് പറഞ്ഞ, എന്നിട്ടോ ഒരു പള്ളിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഉദ്ഘാടനത്തിന്റെ തലേന്ന് പെണ്ണുങ്ങൾക്ക് പ്രത്യേകമായ സന്ദർശനം. ഏതെങ്കിലും ഒരു പെണ്ണ് പള്ളിയിൽ കയറി തഹിയ്യത്ത് നിസ്കരിച്ചാൽ വലിയ കുറ്റ. പണ്ടമായാലും പൊന്നായാലും കാശായാലും ഇടാനുള്ള വലിയ പൊട്ടിണ്ടാവും. ഒരു പെണ്ണ് പള്ളി കയറി കഴിഞ്ഞ ആണായാലും പെണ്ണായാലും തഹിയ്യത്തുൽ മസ്ജിദ്, പള്ളിക്ക് നമ്മൾ സമർപ്പിക്കേണ്ട സമ്മാന. ചെറിയ കുട്ടികളുടെ പെരേക്ക് നമ്മൾ കയറി വരുമ്പോ കയ്യിൽ എന്തെങ്കിലും കരുതൂലേ? കുട്ടിയേക്കും വേണ്ടിയിട്ട് പള്ളി കയറി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് എന്താ? 2 റക്അത്ത് നിസ്കരിക്കുക എന്നുള്ളത് ആ പള്ളിയോടും റബ്ബിനോടും കാണിക്കേണ്ട ഏറ്റവും വലിയ ബാധ്യതയെ അത് ചെയ്യാൻ പറ്റില്ല. എങ്ങോട്ടാണ് ഈ പോണത്? ഈ സമൂഹത്തെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? ഞങ്ങളെല്ലാവരും നബിമാരുടെ പിൻതലമുറക്കാരാണെന്നും കുടുംബ പരമ്പരയിലാണെന്ന് അവകാശപ്പെടുന്ന ആളുകൾ എങ്ങോട്ടേക്ക് കൊണ്ടുള്ളത്? അള്ളാന്റെ റസൂല് പഠിപ്പിക്കാത്ത, പ്രവാചകചര്യയിൽ മാതൃകയില്ലാത്ത ഇതൊക്കെ ചർച്ച ചെയ്യണമെന്ന് തോന്നും. നമുക്ക് ഏത് കാലത്തും തൗഹീദായാലും ശിർക്കായാലും അതുപോലെ സ്ത്രീ പള്ളി പ്രവേശമായാലും അതിന് അതിൻ്റെതായ വിലയും നിലയുമുണ്ട്. ഈ സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കണം, ആരാധന സ്വാതന്ത്ര്യം ആരെങ്കിലും നിഷേധിച്ചാൽ പരലോകത്തിന് കാത്തിക്കേണ്ടി വരില്ല എന്നാ, ഈ ദുനിയാവെന്ന് സൃഷ്ടിക്കുന്ന. എങ്ങനെ? അള്ളാഹുവിന്റെ ഭവനത്തിൽ കയറി നിസ്കരിക്കാനും പടച്ച തമ്പുരാനെ ഓർക്കാനും ആരെങ്കിലും തടസ്സം നിൽക്കുന്നെങ്കിൽ, ഞാൻ നിന്റെ ഖുതുബയുടെ തുടക്കത്തിൽ കേൾപ്പിച്ച ആയത്ത് സൂറത്തുൽ ബഖറയിലെ 114-ാമത്തെ ആയത്ത്, വമൻ അളിലമു മിമ്മൻ മനഅ മസാജിദല്ലാഹി അൻ യുദ്കറ ഫീ ഇസ്മുഹു. അള്ളാഹുവിന്റെ നാമം പ്രകീർത്തിക്കുവാൻ
പള്ളിയെ തൊട്ട് തടയുന്നവനേക്കാളും അക്രമി മറ്റാരുണ്ട്? അള്ളാഹുവിന്റെ നാമം പ്രകീർത്തിക്കുന്നതിൽ നിന്ന് പള്ളിയെ തൊട്ട് ആര് തടസ്സം സൃഷ്ടിക്കുന്നുവോ അവനാണ് ഏറ്റവും വലിയ അക്രമി. ആ പള്ളിയെ നശിക്കാനുള്ള പണിയെടുക്കുക. ചെയ്യേണ്ടത് ചെയ്യൂല, കൊടുക്കേണ്ടത് കൊടുക്കൂല, സഹകരിക്കേണ്ടത് സഹകരിക്കില്ല. അതിന്റെ നടത്തിവുമായി യാതൊരു നിലക്കും സഹകരിക്കാതെ ഒരു പള്ളി നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും വലിയ അക്രമം എന്താ? പേടിച്ചുകൊണ്ടല്ലാതെ ആ പള്ളിയിൽ അവർക്ക് കയറാൻ കഴിയില്ല. പള്ളി സന്ദർശിക്കാൻ വരുന്നതിനിടയിൽ 2 റക്അത്ത് നിസ്കരിച്ച പേടിയാ മൗലവിമാര് വെറുതെ വിടുവോ? ബൈത്തുൽ മുഖദ്ദസില് നിസ്കരിക്കാനുള്ള പ്രയാസം ചേർത്ത് വായിക്കാം. നമുക്ക് പള്ളിയിലേക്ക് പ്രയാസത്തോടല്ലാതെ ഭീതിയോടല്ലാതെ അവർക്ക് പ്രവേശിക്കാൻ കഴിയില്ല. പടച്ചോൻ പറയാ, ലഹും ഫിദ് ദുനിയാ ഖിസ്യുൻ, ഈ ദുനിയാവിൽ അവർക്ക് നിന്ദതയുണ്ട്, പരലോകത്തേക്ക് വെച്ചില്ല. വലഹും ഫിൽ ആഖിറതി അദാബുൻ അളീം, പരലോകത്ത് വേദനാജനകമായ ശിക്ഷയുണ്ട്. ആർക്ക്? പള്ളിക്ക് നിസ്കരിക്കാൻ വരുന്ന ആണാകട്ടെ പെണ്ണാകട്ടെ ആരുമാകട്ടെ അള്ളാനെ ഓർക്കുന്നതിൽ തടസ്സം ഉണ്ടാകാൻ പാടില്ല. അവിടെ റാത്തീബും മൗലൂദും അദ്ദാദും ദിക്റിന്റെ അൽക്കയും നിസ്കരിക്കുന്ന ഒരാൾക്ക് തടസ്സമായി വരാൻ പാടില്ല. അവസാനം വന്ന ആൾക്ക് നിസ്കാരം ഫസാദാകുന്ന രൂപത്തിലാണ് കൂട്ടുപ്രാർത്ഥന, ദിക്റുകള്, അദ്ദാദുകള്, മാലകള്, മൗലൂദുകള്, ഇതൊക്കെ നടത്തിയിട്ട് ആരെങ്കിലും തടസ്സം സൃഷ്ടിച്ചാൽ ഈ ദുനിയാവിൽ നിന്ന് അനുഭവിക്കേണ്ടി വരുമെന്നാണ് അള്ളാഹുവിന്റെ താക്കീത്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കി, ഉംറക്കും ഹജ്ജിനും പോണ പെണ്ണുങ്ങളെ ജുമാക്ക് പങ്കെടുപ്പിക്കാതെ റൂമിൽ ഇരുത്തുന്ന മുസ്ലിയാക്കന്മാര്, പോണ്ട ജമാഅത്ത് പങ്കെടുക്കേണ്ട, മറ്റുള്ള പള്ളികളിൽ നിസ്കരിച്ചതിനേക്കാളും 1,00,000 ഇരട്ടി, എങ്ങനെ 1,00,000 ഇരട്ടി ഓരോ ജമാഅത്തിനും ഓരോ റക്അത്തിനും കിട്ടുന്ന പള്ളിയെ തൊട്ട് സ്ത്രീകളെ റൂമിന്റെ അകത്തളങ്ങളിൽ അടച്ചിടുന്ന ആളുകൾ അള്ളാഹ് അനുഭവിക്കുന്ന ഖുർആന്, വിശുദ്ധ ഖുർആനിലെ ഹജ്ജ് എന്നുള്ള സൂറത്തിലെ 25-ാമത്തെ ആയത്ത്, ഇന്നല്ലദീന കഫറു, സത്യനിഷേധികളായ ആളുകൾ, വയസുദ്ദൂന സബീലില്ലാ, അള്ളാഹുവിന്റെ മാർഗ്ഗത്തിൽ തടസ്സമുണ്ടാക്കുന്നു, വൽ മസ്ജിദിൽ ഹറാം, മസ്ജിദുൽ ഹറാമിനെ തൊട്ട് തടസ്സമുണ്ടാക്കുന്നു, അല്ലദീ ജഅൽനാഹു ലിന്നാസി സവാഅൽ അൽ ആകിഫു ഫീൽ ബാദ്, സ്വദേശിക്കും പരദേശിക്കും ഒരുപോലെ, അവിടെയുള്ള അറബികളായിരുന്നാലും നാനാദിക്കിൽ നിന്നും ലോകത്തിന്റെ നാനാദിക്കിൽ നിന്നും വരുന്ന മുഴുവൻ ആളുകൾക്കും സമസവ ഈക്വാലിറ്റി. ഖുർആൻ പറയാ, പരദേശിക്കും അതുപോലെ തന്നെ അവിടെ താമസിക്കുന്ന ആളുകൾക്കും സവാ, തുല്യമാണ് മസ്ജിദുൽ ഹറാം. എന്നിട്ട് അല്ലാഹു പറയാ, അന്യായമായി ആരെങ്കിലും ധർമ്മവിരുദ്ധമായി വല്ലതും ചെയ്താൽ നിസ്കരിക്കുന്ന പെണ്ണുങ്ങൾക്ക് പോകാൻ ആക്കൂല, ജമാഅത്തിൽ പങ്കെടുക്കാൻ അനുവദിക്കൂല. അള്ളാഹു ശിക്ഷ അനുഭവിക്കും, അദാബുൻ അലീം, വേദനാജനകമായ ശിക്ഷ എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുക. ഇനി ആലോചിച്ചു നിങ്ങള്, അള്ളാഹു വിശ്വാസികൾക്ക് മാതൃകയായി 2 പെണ്ണുങ്ങളെ പറഞ്ഞത്, ഒന്ന് ഫറോവയുടെ ഭാര്യയായ ആസിയ റളിയല്ലാഹു അൻഹ, രണ്ടാമത് പറഞ്ഞതോ ഇമ്രാനിന്റെ മകളായ മറിയം, തന്റെ ചാരിത്രം സംരക്ഷിക്കപ്പെട്ട ഇമ്രാനിന്റെ മകളായ മറിയം അലൈഹി സ്വലാത്തു വസ്സലാം. ഈ മറിയം ബീവി വളരുന്നത് പള്ളിയിലാണ്. സോഷ്യൽ മീഡിയയില് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഉസ്താദ് പറയാ, ബൈത്തുൽ മുഖദ്ദസിന്റെ അടുത്തുള്ള റൂമിലായിരുന്ന അത്ര മറിയം ബീവി.
താമസിച്ചിരുന്നത്. ഖുർആനിനോടും പ്രവാചക ചര്യയോടും ചരിത്രത്തിനും നേരെ ചെയ്യുന്ന ഏറ്റവും വലിയ അതിക്രമ. ഖുർആന്റെ ആയത്തെടുത്തു നിങ്ങള്. ആ ഇമ്രാൻ, ഒരു സൂറത്തിന്റെ പേര് ആലു ഇമ്രാൻ എന്നാണ്. ഒരു സൂറത്തിന്റെ പേര് ആലു ഇമ്രാൻ എന്നാണ്. ഈ ചരിത്രം വിശദമാക്കുന്നത് കൊണ്ടാണ് ആ സൂറത്തിന് ആ പേര് വരുന്നത്. ഇമ്രാൻ, ഇമ്രാനിന്റെ ഭാര്യ പറഞ്ഞു, ഇന്നി നദർതു മാ ഫീ ബത്നി മുഹററൻ ഫതഖബ്ബൽ മിന്നി. ഗർഭിണിയായിട്ടുള്ള ഇമ്രാനിന്റെ ഭാര്യ പറഞ്ഞു, എന്റെ വയറ്റിലുള്ള ഈ കുഞ്ഞിനെ ബൈത്തുൽ മുഖദ്ദസിന്റെ പരിപാലനത്തിന് വേണ്ടി ഞാനിതാ നേർച്ചയാക്കുന്നു. എന്റെ പള്ളിയിലുള്ള കുട്ടിനെ നെതർത്തു. നേർച്ച പറഞ്ഞാൽ അതാ. നിങ്ങൾ കാണുന്ന നേർച്ച പട്ടാമ്പി നേർച്ചയും കൊണ്ടോട്ടി നേർച്ചയും പൂരല്ല നേർച്ച. ഒരു കാര്യം പ്രതിജ്ഞ ചെയ്യാനാണ് നേർച്ച എന്ന് പറയാം. ഹലാലായ കാര്യം ഞാൻ ചെയ്യുമെന്ന് ഉറച്ചു പ്രഖ്യാപിക്കുന്നതിലാണ് ഇസ്ലാമിലെ നേർച്ച. ഇന്നി നദർത്തു, ഞാൻ നേർച്ചയാക്കിയിരിക്കുന്നു എന്റെ വയറ്റിലുള്ള ഈ കുഞ്ഞിനെ ബൈത്തുൽ മുഖദ്ദസിന്റെ പരിപാലനത്തിന് വേണ്ടി. അതിലോ പ്രസവിച്ചു നോക്കിയപ്പോഴോ പടച്ചോനെ, ഞാൻ പ്രസവിച്ച കുട്ടി പെൺകുട്ടിയാണല്ലോ, ഞാൻ എങ്ങനെ നേർച്ച നിറവേറ്റും? നേർച്ച നിറവേറ്റിയ നേർച്ച നിറവേറ്റണം. അല്ല സ്വീകരിച്ചു ആ നേർച്ച. ആ കുട്ടിയെ ബൈത്തുൽ മുഖദ്ദസിന്റെ പരിപാലനത്തിന് വേണ്ടി മറിയം അലൈഹി സ്വലാത്തു വസ്സലാം ബൈത്തുൽ മുഖദ്ദസില, ഇനി പെരയിലാണോ അടുത്തുള്ള റൂമിലാണെന്ന് ഖുർആൻ പറയട്ടെ. സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാം മറിയം ബീവിയെ സംരക്ഷിച്ചു. മിഹ്റാബ് എന്നതിനാ മിഹ്റാബ് എന്ന് പറയാം. ഓരോ സമയവും മിഹ്റാബിലേക്ക് സക്കരിയ നബി വരുമ്പോൾ, പള്ളിന്റെ അടുത്തുള്ള വരേറ്റ റൂമല്ല, പള്ളിന്റെ അടുത്തുള്ള റൂമല്ല. കുല്ലമാ ദഖല അലൈഹ സക്കരിയൽ മിഹ്റാബ വജദ ഇൻദഹാ റിസ്ക. ആ നാട്ടിലൊന്നും കിട്ടാത്ത ഭക്ഷണമുണ്ട് മറിയം ബീവി തിന്നണത് മിഹ്റാബിന്ന്. പെണ്ണുങ്ങളുടെ റൂമൊന്നല്ല, അടുത്തുള്ള റൂമൊന്നുമല്ല. കുല്ലമാ ദഖല അലൈഹൽ മിഹ്റാബ വജദ ഇൻദഹാ റിസ്ക ഖാല യാ മറിയം ഖാല യാ മറിയമു അന്നാ ലക്കി ഹാദാ. എവിടുന്ന മറിയം ഇത് കിട്ടിയത്? ആ കാലഘട്ടത്തിൽ ആ സീസണിൽ അവിടെ ഉണ്ടാവില്ല. ചൂടുകാലത്ത് തണുപ്പ് കാലത്ത് മാത്രം കിട്ടുന്ന ഫ്രൂട്ട്സ് തിന്നത്. തണുപ്പ് കാലത്തോ വേനൽക്കാലത്ത് മാത്രം കിട്ടുന്ന ഫ്രൂട്ട്സ് തിന്നത്. അന്നാ ലക്കി ഹാദാ, എവിടുന്ന് കിട്ടി മറിയമേ? കാലത്ത് ഹുവ മിൻ ഇൻദില്ലാ ഇന്നല്ലാഹ യർസുഖു മൻ യശാഹു ബിഗൈരി ഹിസാബ്. പടച്ചോൻ ഓരോ തവണയും മിഹ്റാബിലേക്ക് മറിയം ബീവി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ധാരാളം ഭക്ഷണങ്ങൾ, സ്വർഗീയമായിട്ടുള്ള ഭക്ഷണങ്ങള്, ഫ്രൂട്ട്സുകള് ഇറക്കി കൊടുത്തു. നിഷേധിക്കാൻ കഴിയോ? നേരം വെളുത്തുപോയി കണ്ണടച്ചുകൊണ്ട് ഒരാൾക്കും വീട്ടാക്കാൻ കഴിയില്ല. എന്നിട്ടോ ആരിറക്കി? പടച്ചോൻ ഇറക്കി തന്നാണ്. എന്നിട്ട് ചില ആൾക്കാർ പറയും അത് മോചിസത്താണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. നിസ്കരിച്ചാൽ നേരത്തെ കതി മറിയം ബീവി പുറത്തേക്ക് ഓടലാണല്ലോ. ഇക്കാമത്ത് കൊടുത്താൽ മിഹ്റാബിലുള്ള മറിയം ബീവി പുറത്തേക്ക് ഓടല. എന്തു പറയാനും തൊലിക്കട്ടിയുള്ള ജനങ്ങള്. വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ നിറഞ്ഞിരിക്കുക. വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായും വ്യക്തമായി പറഞ്ഞു. എന്താ പറഞ്ഞത്? വൈദ് കാലത്തിൽ മലായിക യാ മറിയമു ഇന്നല്ലാഹ അസ്തഫാകി വതഹറകി വസ്തഫാകി അലൻ നിസാഇൽ ആലമീൻ. മലക്കുകൾ വന്ന് മറിയമിനോട് പറഞ്ഞു, ഇന്നല്ലാഹ അസ്തഫാകി, അല്ലാഹു നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു, വതഹറകി, നിന്നെ വിശുദ്ധമാക്കിയിരിക്കുന്നു, വസ്തഫാകി അലൻ നിസാഇൽ ആലമീൻ, ലോകത്തുള്ള സകല സ്ത്രീകൾക്കും നേതാവായി മാതൃകയായി നിന്നെ ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്നു. അള്ളാന്റെ മലായികത്തിന് പറയാം. എന്നിട്ടോ യാ മറിയമു കുനുതി,
ലിറബ്ബികി വസ്ജുദി വർക്കഈ മഅറാകീൻ. മറിയമേ, സുജൂദ് ചെയ്യുന്ന ആണുങ്ങളുടെ കൂടെ റാക്കിഈന പറഞ്ഞത്, നീയും റുക്കൂഉം സുജൂദും ചെയ്യണം, നീയും ജമാഅത്തിൽ പങ്കെടുക്കണം. ഇത്ര വ്യക്തമായി ഇത്ര ഗണ്യതമായി പറഞ്ഞ ഒരു കാര്യത്തെയാണ് 16 വയസ്സുള്ള ഒരു പെൺകുട്ടി പഠിച്ച സത്യം ജനങ്ങളോട് പറഞ്ഞപ്പോൾ അത് തിരുത്തുമ്പോൾ ഇസ്ലാമിനോടും ഖുർആനിനോടും പടച്ച തമ്പുരാന്റെ വിധിക്ക് നേരെയുള്ള അതിക്രമമാണെന്ന് പറയാതെ വയ്യ. ഇതാദർശമാണ് വിശുദ്ധ ഖുർആന്റെ അധ്യാപന. നിങ്ങൾ ആലോചിച്ച് നോക്കി, കുന്ന നിസാഉൽ മുഅ്മിനാത്തി യശ്അദിന, ഞങ്ങൾ സ്ത്രീകളായ വിശ്വാസികളായ സ്ത്രീകൾ ജമാഅത്തുകളിൽ പങ്കെടുക്കാറുണ്ട്. സുബൈ നിസ്കാരത്തിൽ വരെ സുബൈ നിസ്കരിച്ചുകൊണ്ട് ഞങ്ങൾ തിരിഞ്ഞു പോകുമ്പോൾ ഇരുട്ട് മൂലം ആരാണ് പോകുന്നതെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധം കൂരിട്ടുള്ള സമയത്ത് പോലും സുബൈ നമസ്കാരത്തിൽ പോലും ഞങ്ങൾ പങ്കെടുക്കാറുണ്ട്. അബൂലുലത്തിന്റെ കുത്തേറ്റുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു മിഹ്റാജ് വെച്ചുകൊണ്ട് പിടഞ്ഞു മരിക്കുമ്പോൾ അദ്ദേഹത്തെ വാരിയെടുക്കുവാൻ ആതിക ബി ഉണ്ടായിരുന്ന, ആതിക ബി വാരിയെടുത്തുന്ന. ഇതാണ് വസ്തുത. അവർക്ക് വരാൻ പറ്റുന്ന ശുദ്ധിയുള്ള സമയത്ത് സാഹചര്യത്തിനനുസരിച്ച് അവർക്ക് നിർബന്ധമല്ല, അവര് വരണമെന്നാണ്. ഇന്ന് സ്ത്രീകളുടെ ഭാഗത്ത് എത്രത്തോളം സാന്നിധ്യമുണ്ട് എന്ന് വിലയിരുത്തണം. ഇവിടെ ഇരിക്കുന്ന ആണുങ്ങളുണ്ടല്ലോ, നിങ്ങൾ എത്ര പെണ്ണുങ്ങൾ അവിടെ വന്നത്? നിങ്ങളെ ഭാര്യമാര് പള്ളിക്ക് സ്ഥിരമായി വരാറുണ്ടോ? നിങ്ങളെ പെൺകുട്ടികൾ വരാറുണ്ടോ? നിങ്ങളുടെ സഹോദരിമാർ വരാറുണ്ടോ? വേണമെന്നും അള്ളാഹുവിന്റെ റസൂൽ അനുവദിച്ചു എന്ന് ബോധമുള്ള നമ്മൾ എത്രത്തോളം ബോധവാന്മാരാണ് എന്ന് സ്വന്തത്തോട് ചോദിക്കുക. ആധുനിക ലോകത്ത് വളർന്നു വരുന്ന കുട്ടികൾ ദീനിനോടും ഖുർആനിനോടും ഒക്കെ അകലം പ്രാപിക്കുക. അവർ കേൾക്കുന്നില്ല, ഖുർആനെ കുറിച്ച് കേൾക്കുന്നില്ല, കുത്തുബുകൾ കേൾക്കുന്നില്ല, ഖുർആൻ ക്ലാസ് കേൾക്കുന്നില്ല. 24 മണിക്കൂറും ഫോണില, ഇൻസ്റ്റഗ്രാമില, ഫേസ്ബുക്കില, യൂട്യൂബില റീൽസ് എടുക്കുന്ന തിരക്കില. ചാർജിലിടുന്ന മൊബൈൽ പോലും ആ ചാർജ് കയറുന്ന വരെ നിൽക്കാൻ കഴിയാതെ ചാർജ് കിട്ട വയറ് ഉപയോഗിച്ച് അതിന്റെ പിന്നാലെ നമ്മുടെ ജനറേഷൻ. സഹോദരങ്ങളെ, നല്ലത് കേൾക്കാനും ചിന്തിക്കാനും വളരാനും ഉൾക്കൊള്ളാനുമുള്ള സാഹചര്യം നമ്മിൽ നിന്ന് ഉണ്ടാകണമെന്ന് ഈ വിഷയം ചർച്ച ചെയ്യുമ്പോഴേ നിങ്ങൾ ആലോചിച്ചു. ഞങ്ങള് ജീവിതകാലത്ത് പള്ളിക്ക് വരാത്തൊരു പെണ്ണ് നിസ്കരിച്ചാൽ മാത്രം വരില്ല. ആ പെണ്ണ് മരിച്ചാൽ ആ മയ്യത്ത് കൊണ്ടുപോയി ഇവിടെ വെക്കണത് മിഹ്റാബില്. ജീവിതകാലത്ത് ഹറാമായ പള്ളി പ്രവേശം മരണത്തിന് ശേഷം എങ്ങനെ ഹലാലാക്കും? ഏതെങ്കിലും പേരയിൽ കുച്ചിട്ടാ പോരെ? ജീവിതകാലത്ത് പെണ്ണുക്ക് പള്ളിക്ക് ഒരു ഹറാമുന്ന മുമ്പ് കിലാബുകൾ, നായകൾ പള്ളിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമായിരുന്നു. അതേപോലെ മുമ്പ് പെണ്ണുങ്ങൾ പോയിരുന്നു. പിന്നെ പ്രവാചകൻ നിരോധിച്ചു. മുമ്പ് കള്ള് കുടിച്ചിരുന്നു. ആ കള്ള് നിരോധിച്ച ആയത്ത് ഖുർആനിലുണ്ട്. പള്ളി പ്രവേശം നിരോധിച്ച ഒരായത്ത് ഭൂതക്കണ്ണാടി വെച്ച് തിരഞ്ഞാലും പ്രവാചകന്റെ ചരിയിൽ കാണൂല. മക്ക എന്ന് പറഞ്ഞാൽ തവാഫുള്ളത് കൊണ്ടാണ് പെണ്ണുങ്ങൾ പോകുന്നത്. മദീന ബാബു നിസാ, പെണ്ണുങ്ങൾക്ക് മാത്രം പ്രവേശിക്കാനുള്ള പള്ളി. മക്കയിൽ ഉംറക്ക് പോയ ആളുകളുണ്ട്. മസ്ജിദുൽ ഖിബ്ലത്തൈനി, ധാരാളം പള്ളികൾ സന്ദർശിക്കാൻ മുഴുവൻ സ്ഥലങ്ങളിലും നിസ്കരിക്കാൻ ഒരുങ്ങുന്നുണ്ട്. ഇനി ആലോചിച്ച് നോക്കിയാൽ നിങ്ങള്, പെണ്ണുങ്ങൾക്ക് പള്ളിക്ക് പോകാൻ പാടില്ല, പണി ചെയ്യാം. ആ പള്ളിന്റെ അടുത്ത് തന്നെ സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള സ്ഥലം. യാത്രക്കാരികളല്ലാത്ത ഒരാള് അവിടെ പോയി നിസ്കരിച്ചാൽ എന്താ വിധി? നമ്മൾ അംഗീകരിക്കൂല, നമ്മളെ പിന്നാലെ ഇങ്ങനെ വരും. അപ്പൊ എന്താ നിങ്ങള്, ഇതൊക്കെ ഓരോ നൂലാമാലെ,
ഇതൊന്നും അനുഭവിച്ചു കൊടുക്കരുത്. വളർന്നു വരുന്ന ആളുകൾ പഠിക്കണം, ഖുർആൻ പഠിക്കണം, സുന്നത്ത് പഠിക്കണം, ദീന് പഠിക്കണം. അതനുസൃതമായി വളരാൻ നമ്മൾ സജ്ജരാകണം. അള്ളാഹു ഇസ്ലാമിക പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കാനും അത് ഉൾക്കൊണ്ടുകൊണ്ട് യഥാർത്ഥ മുഖ്ലിസായി, മുഅ്മിനായി, മുവഹിദായി ജീവിച്ച് മരിച്ച് സ്വർഗം നേടാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.